ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കാര്യം NSSും SNDPയും തമ്മിൽ ചേരാൻ സമ്മതിക്കില്ല, അവരെ തമ്മിൽ അകറ്റും, അവരെ തമ്മിൽ വിടർത്തും, അവർക്കിടയിൽ വിള്ളലുണ്ടാക്കും. ഒന്നും പറയണ്ട. എന്തായാലും മാണി സാറും കുഞ്ഞാലിക്കുട്ടി സാറും എല്ലാം സുകുമാരൻ നായർ സാറിൻ്റെ തുല്യരായോ ശിഷ്യരായോ സഹോദരങ്ങളായോ നിന്ന ആ കാലത്തിൻ്റെയൊക്കെ ഓർമ്മകളിൽ നിന്ന് വിടുതൽ ചെയ്ത് ഇനി അവരിരുവരും ഒരുമിക്കാൻ തീരുമാനിച്ചു. നമ്മൾ ചില സിനിമകളിൽ പറയുന്നത് പോലെ സിബി മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ ഏറ്റവും ശക്തമായ പ്രമേയം പോലെ സാക്ഷാൽ വെള്ളാപ്പള്ളി സാറും NSS സുകുമാരൻ നായർ സാറും കൂടെ ചേർന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിലൊരു പ്രത്യേകതയുണ്ട്. എല്ലാ മതസംഘടനകളുമായും അവർ ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം ലീഗ് ഒഴികെ. മുസ്ലിം ലീഗ് മതസംഘടനയല്ല, അവരോട് ചർച്ച നടത്താനേ പാടില്ല. കാരണം നിങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നതല്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തേണ്ടത് കോൺഗ്രസുമായും CPMുമായും RSPയുമായും ഫോർവേഡ് ബ്ലോക്കുമായും ഒക്കെ ചർച്ച നടത്തുന്ന കൂട്ടത്തിലാണ് മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നത്. അല്ലാതെ മുസ്ലിം എല്ലാ സംഘടനകളുമായും നിങ്ങൾ ചർച്ച നടത്തുമെന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായി വരെ സംസാരിക്കും എന്നാണ് ഞാനിന്ന് പത്രസമ്മേളനത്തിൽ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു സാമുദായിക മുന്നേറ്റത്തിൻ്റെ കാഹളമൂതി ഭൂ എന്നൂതിക്കൊണ്ട് അവരിതാ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. അവരൊന്നിക്കുമ്പോൾ എനിക്ക് കേരളത്തിലെ മനുഷ്യരോട് പറയാനുള്ളത്, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ നന്നായി അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇപ്പോൾ സുകുമാരൻ നായർ സാറിൻ്റെ താല്പര്യം, വെള്ളാപ്പള്ളി സാറിൻ്റെ താല്പര്യം, വെള്ളാപ്പള്ളി സാറും അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും എല്ലാം കൂടി ഈഴവരുടെ ക്ഷേമത്തിനും പുരോഗമനത്തിനും വേണ്ടി ഈ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, സുകുമാരൻ നായർ സാർ കഷ്ടപ്പാടുകാരും ബുദ്ധിമുട്ടുകാരും പ്രയാസപ്പെടുന്നവരുമായ നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അവർ സൗജന്യമായി അവരുടെ സമുദായത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുന്ന കാര്യങ്ങൾ, ആ സമുദായത്തിൽപ്പെടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനമുണ്ടാകുന്നതിന് വേണ്ടി സ്വന്തമായി വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നവർ, അവരെ കാണാൻ ചെല്ലുന്നവരോടും അവരുടെ വീട് വാടകയ്ക്കെടുക്കുന്നവരോടും കട വാടകയ്ക്കെടുക്കുന്നവരോടുമെല്ലാം വളരെ മാന്യമായി പെരുമാറുന്നവരാണോ എന്നറിയാൻ അങ്ങനെ എടുത്തിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ മതി. ചിലരൊക്കെ എന്നെ വിളിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയാതിരിക്കുന്നത് എന്താണെന്നറിയോ, വലിയ വലിയ മനുഷ്യരാണവർ, അവരെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. ഏതായാലും അവർ ഒന്നിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ ഒന്നിക്കലിലൂടെ ഈ നാട്ടിൽ എന്തെങ്കിലും ആളുകൾക്കൊരു സന്തോഷവും സമാധാനവും കൈവരുന്നതെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. ഇനി പ്രിയപ്പെട്ട മറുവശത്ത് നിൽക്കുന്ന ആ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പറയുകയാണ്, ഈ സുകുമാരൻ നായർ സാറിൻ്റെയും വെള്ളാപ്പള്ളി സാറിൻ്റെയും മാർഗം പിന്തുടർന്ന് നിങ്ങളിൽപ്പെടുന്ന പിന്നെ സുന്നി, സമസ്ത, AP, ദക്ഷിണ, പിന്നെന്തുവാ ദക്ഷിണ, പിന്നെ എല്ലാവരും ഉണ്ട്, എന്നാലും തബ്ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒന്നിക്കാൻ തയ്യാറാവുമോ? നിങ്ങളും ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ലീഗിനോടും സംസാരിക്കേണ്ട, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒന്നിക്കാൻ തയ്യാറാവുമോ? കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത്, ഈ പറയുന്ന നമ്മളെല്ലാം വിമർശിക്കുമെങ്കിലും, നമ്മളെല്ലാം ഒരുപാട് വിമർശിക്കും. നമ്മൾ പണ്ട് കരുണാകരനെ വിമർശിച്ചിട്ടുണ്ട്, നയനാരെ വിമർശിച്ചിട്ടുണ്ട്, പിണറായിയെ വിമർശിച്ചിട്ടുണ്ട്, പിന്നെ ഉമ്മൻചാണ്ടി സാറിനെ വിമർശിച്ചിട്ടുണ്ട്, ആൻ്റണിയെ വിമർശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇവരെയൊക്കെക്കാൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാമുദായിക തലവന്മാരെക്കാൾ എത്രയോ 10 മടങ്ങ് ഭേദമാണ് ഇവരൊക്കെ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവരങ്ങനെ കൂടി കളിക്കട്ടെ. നമ്മൾ സാധാരണ എന്തെങ്കിലും വലിയൊരു കാര്യത്തിന് പോകുമ്പോൾ ഈ ചിരട്ടയും മണ്ണ് വാരി വെച്ച് കുട്ടികൾ കളിക്കൂലേ, അതുപോലെ അവരവിടെ ഇരുന്ന് കളിക്കട്ടെ. മതങ്ങളെല്ലാവരും ഒന്നാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ, ഐക്യം ഉണ്ടാവട്ടെ. പക്ഷേ രാഷ്ട്രീയമായി കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യുക, കേരളത്തിന് വേണ്ടി വോട്ട് ചെയ്യുക, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. നമ്മൾ മലയാളികളെന്നുള്ള നിലയിൽ മനുഷ്യരായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ആ വോട്ട് ചെയ്ത് മനോഹരമായി നടക്കുന്ന ഒരു കേരള സംസ്ഥാനത്ത് ഇവരൊന്നിക്കട്ടെ, ഇവർ കാണട്ടെ, ഇവർ പെരുന്നയിലും അതുപോലെ തന്നെ പിന്നെ മറ്റേ കണിച്ചുകുളങ്ങരയിലും ഒക്കെ പത്രസമ്മേളനം നടത്തട്ടെ, ഇവർ സന്തോഷിക്കട്ടെ. പക്ഷേ കേരളം ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായി മാത്രമേ കാണാവൂ. ഇവരെ കണ്ണുകളിലൂടെ ഒരിക്കലും കേരളത്തെ കാണാൻ ദൈവം ഒരു മലയാളിക്കും ഇടവരുത്താതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.